വിശദമായ വാർത്തകളിലേക്ക്. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയുടെ നവീകരണം യാഥാർത്ഥ്യത്തിലേക്ക്. ടെൻഡർ നടപടികൾ പൂർത്തിയായതോടെ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കരാർ കമ്പനി. കിഫ്ബി മുഖേന 80 കോടി രൂപ മുടക്കിയാണ് ആധുനിക രീതിയിൽ പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നത്. 4 നിലകളിലായി 8381.52 ചതുരശ്ര മീറ്ററിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അത്യാധുനിക നിലവാരത്തിലുള്ള 4 പ്രധാന ഓപ്പറേഷൻ തിയേറ്ററുകളും ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്ററും കീമോതെറാപ്പി, ഡയാലിസിസ്, ഓർത്തോ വിഭാഗം, നേത്രരോഗ വിഭാഗം, സർജിക്കൽ വിഭാഗം, മെഡിക്കൽ വിഭാഗം, ENT വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം എന്നിവ സജ്ജമാക്കും. നഴ്സുമാർക്കായി ഡ്യൂട്ടി മുറികൾ, രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള മുറികൾ, വയോജന ശിശു സൗഹൃദ മുറികൾ എന്നിവയും ഒരുക്കും. പോലീസ് എയ്ഡ് പോസ്റ്റും CT സ്കാൻ, ഫാർമസി, റേഡിയോളജി വിഭാഗങ്ങളും ഉണ്ടാവും. സർജിക്കൽ വാർഡുകൾ, വിശ്രമ മുറികൾ, പാൻട്രി, ഐസൊലേഷൻ മുറി, പ്ലാസ്മ സ്റ്റോർ മുറി, കൗൺസിലിംഗ് മുറി, ലിഫ്റ്റ് എന്നീ സംവിധാനങ്ങളും ഒരുക്കും. 25 കോടി രൂപയിലധികം സാങ്കേതിക സംവിധാനങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തും. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ ജനങ്ങൾക്ക് നൽകാൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. കൈനകരി പഞ്ചായത്ത് 6-ാം വാർഡിലും നെടുമുടി 3-ാം വാർഡിലും ഉൾപ്പെടുന്ന മേച്ചിലാത്ര പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. നീരൊഴുക്ക് നിലച്ച് നാട്ടുതോടും മലിനമായതോടെ പ്രാഥമിക ആവശ്യത്തിനും ജലമില്ലാതെ വിഷമിക്കുകയാണ് പ്രദേശവാസികൾ. കൈനകരി പഞ്ചായത്ത് 6-ാം വാർഡിന്റെയും നെടുമുടി 3-ാം വാർഡിന്റെയും അതിർത്തിയിലൂടെ കടന്നുപോകുന്ന മേച്ചിലാത്രത്തോട്ടിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുട്ടിട്ടതോടെയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലാതെ പ്രദേശവാസികൾ ദുരിതത്തിലായത്. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച മുട്ട് ഇനിയും പൊളിച്ചു മാറ്റിയിട്ടില്ല. പാടശേഖരങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷം കലർന്ന ജലമാണ് കുളിക്കാനും തുണി നനയ്ക്കാനും പാത്രം കഴുകാനുമെല്ലാം ഇവർ ഉപയോഗിക്കുന്നത്. മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം അല്പം തെളിയുന്നത്. ഈ മുട്ട ഇടുന്നത് 2020 ഈ മുട്ടിടുന്നത്. അന്ന് ഈ മുട്ടയിടുമ്പോൾ ഇവിടുത്തെ ജനവാസികൾ, ഇവിടെ താമസക്കാർ ഇവരോട് മുട്ടിടുന്ന വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് ഈ മുട്ട ഇടുമ്പോൾ വെള്ളം അങ്ങോട്ട് ഇങ്ങോട്ടും പോകത്തില്ല. 2 മോട്ടറുണ്ട് ഇതിന്റെ അപ്പുറം. ഈ മോട്ടർ ഇല്ല വെള്ളം ഈ താറ അടിച്ചും ഈ വിഷമടിച്ച വെള്ളം എല്ലാം ഇറങ്ങി ഇവിടെ കവിയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എടുത്തു 2 തൂമ്പ് അപ്പുറം ഇട്ടാൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവർ ഉടനെ പറഞ്ഞ ഭാവം എന്ന് പറഞ്ഞത് ഇത് 6 മാസത്തിനുള്ളിൽ ഈ മുട്ട് പൊളിക്കും. അതിന് മുമ്പ് ഞങ്ങൾ പണിയെല്ലാം തീർത്തി മുട്ട് പൊളിച്ചു വരാമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പം 2025 5 വർഷം ആയി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ നീളം എന്ന് പറയുന്നത് പഴയടുത്തുനിന്ന് കിടക്കറ്റം വരെ 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരത്തിന്റെ ഇരുവശവും താമസിക്കുന്നത് 500 കുടുംബങ്ങളുണ്ട്. ഈ 500 കുടുംബങ്ങളിൽ 2500ഓളം പ്രായമുള്ളവർ, കുട്ടികൾ, അതുപോലെ തന്നെ രോഗികൾ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പോഴത്തെ അപ്പുറം തന്നെ രോഗിയായിട്ട് താമസിക്കുന്നവരുണ്ട്. കൈനകരി പഞ്ചായത്ത് 6-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് വള്ളത്തിൽ ഇടയ്ക്കൊക്കെ ജലം എത്തിക്കുന്നുണ്ട്. എന്നാൽ നെടുമുടി പഞ്ചായത്ത് 3-ാം വാർഡിൽ അതുമില്ല. ഒരു 10 വർഷത്തിൽ കൂടുതലായെന്ന് വെള്ളമേ ഇല്ല. ഇതിങ്ങനെ ഞങ്ങൾക്ക് വെള്ളം, കൈനേരി പഞ്ചായത്തിന് വെള്ളമുണ്ട്, ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. നമ്മുടെ നെടുമുടി പഞ്ചായത്തിന് വെള്ളം കൂടെ തരുന്നേ ഇല്ല. ഇപ്പത്തെ കൈനേരി പഞ്ചായത്തിന് വെള്ളം ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാന്ന് ചോദിച്ചാൽ അവർ വരും തരത്തില്ലെന്ന്. കൈനേരി പഞ്ചായത്തിന്റെ വെള്ളമാന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഞങ്ങളുടെ അനുഭവം. അത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങൾക്ക് എന്തായാലും വെള്ളം തരണം. പക്ഷെ ഇവര് 2 ആഴ്ച കഴിഞ്ഞ് വരണ്ടായിരുന്നു. അന്നേരം ഇത് തോട് കാണാൻ പറ്റത്തുള്ളൂ. എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞു വരുന്നതാണ്. മണം കൊണ്ട് പോലും ഞങ്ങൾക്ക് ഇരിക്കാനൊക്കത്തില്ല. അതുപോലുള്ള വാടയാണ് ഇനി അങ്ങോട്ട് വരാൻ വേണം. പെരയ്ക്കകത്ത് പോലും ഇരിക്കാനൊക്കത്തില്ല. കൊയ്ത്ത് കഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറ്റും. പിന്നീട് കൃഷി ആരംഭിക്കുമ്പോൾ മോട്ടോർ തറകൾ വഴി വൈക്കോലൊഴുകിയതും വിഷം നിറഞ്ഞതുമായ വെള്ളം തോട്ടിലേക്ക് പമ്പ് ചെയ്യും. കാലങ്ങളായി ഈ ജലം ഉപയോഗിക്കുക വഴി മാരക രോഗങ്ങൾ പിടിപെട്ടവർ ഇവിടെയുണ്ട്. കുടിവെള്ള പ്രശ്നത്തിനും നാട്ടുതോടുകളുടെ പുനരുദ്ധാരണത്തിനും നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സർക്കാർ ഗൗരവമായ ഇടപെടലുകൾ നടത്തണമെന്ന് ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട്. AC കനാൽ സംരക്ഷണ സമിതി നടത്തുന്ന ജനസമ്പർക്ക യാത്രയ്ക്ക് മുന്നോടിയായി നടത്തിയ വിളംബര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഈ വെള്ളം അധികമാണ്. ആ വെള്ളം ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് എത്തിപ്പെടുത്താനായിട്ട് പറ്റാത്ത ഒരു സർക്കാർ നയത്തിനെതിരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അത് മാറ്റിയെടുക്കണം. ഒപ്പം ഈ ഇത്രയും കുപ്പികൾ ഒഴുകുന്ന ഒരു രാജ്യം വേറെ ഈ കാലിക്കുപ്പികൾ. ഇത് കണ്ട സ്ഥലത്ത് നിന്ന് 3 രൂപ 4 രൂപ പ്രകാരം 1 ലിറ്റർ വെള്ളം ഉണ്ടാക്കിയിട്ട് 15 രൂപയ്ക്കും 20 രൂപയ്ക്കും നമ്മളെ വെള്ളം മേടിച്ചു കൊടുക്കുന്ന ഗതികെട്ട അവസ്ഥയിലൂടെ ഇപ്പോൾ നമ്മുടെ നാട് പോകും. നമ്മുടെ ഏറ്റവും നെല്ലും വെള്ളമാണ് നമുക്കുള്ളത്.
ഇപ്പോൾ നെല്ലും കയറി പോകുന്നു, വെള്ളവും ഇല്ല, ഒന്നുമില്ലാതെ ഈ മനുഷ്യനെ കൊല്ലാനൊരുങ്ങാണ്. അപ്പോൾ അതിനെതിരെ ഈ വെള്ളം മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമായ വെള്ളം എന്ന് പറയുന്ന വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ പങ്കെടുക്കാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി വളരെ സന്തോഷത്തോടെ ഞാനിത് പങ്കെടുക്കാമെന്ന് പറഞ്ഞത്. ഒരു 9 മാസം 9 ദിവസത്തേക്കിന് പോയ ഒരു 9 മാസം കഴിഞ്ഞ് വന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനൊരു വികസനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത് സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ഇതിൽ നമ്മളെ നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പലരെയും പറഞ്ഞു വിട്ടു. അവരുടെ ഇടുപ്പുകാരായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് അതിന് രാഷ്ട്രീയവും മതമൊന്നുമല്ല പറഞ്ഞു. സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം വില കൊടുത്ത് വാങ്ങുന്നത് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണെന്നും ടൂറിസ്റ്റ് ഭൂപടത്തിൽ സ്ഥാനമുള്ള കൈനഗിരി പോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമല്ലാത്തത് കുട്ടനാടിന്റെ ടൂറിസം മേഖലയാകെ പിന്തള്ളപ്പെടാൻ കാരണമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സംഭരണ വിതരണ ശേഷി വർദ്ധിപ്പിക്കുക, 40 വർഷം പഴക്കമുള്ള പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുക, നോക്കുകുത്തിയായി നിൽക്കുന്ന ഓവർഹെഡ് ടാങ്കുകളിലൂടെ ജലവിതരണം പുനഃസ്ഥാപിക്കുക, പുളിങ്കുന്ന കാവാലം പഞ്ചായത്തുകളിൽ ഓവർഹെഡ് ടാങ്കുകൾ നിർമ്മിക്കുക, ജലവിതരണത്തിനായി പട്ടികജാതി കോളനികളിലും പാടശേഖരങ്ങളുടെ പുറംബണ്ടിലും പാടശേഖരങ്ങൾക്ക് നടുവിലും താമസിക്കുന്നവരെ കേന്ദ്രീകരിച്ച് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനസമ്പർക്ക യാത്ര. സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം അധ്യക്ഷത വഹിച്ചു. ടോം ജോസഫ് ചമ്പക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് വർക്കി വടുതല, അലക്സാണ്ടർ പുത്തൻപുര, സൈനോ തോമസ്, ജെയിംസ് കൊച്ചുകുന്നേൽ, മുട്ടാർ സുരേന്ദ്രൻ, രമ്യേഷ് മാമ്പഴക്കരി തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി പെരുന്നാളിന്റെ ഭാഗമായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശ സി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ കൃത്യതയോടെ നടത്താൻ യോഗത്തിൽ തീരുമാനമായി. എല്ലാ തിരുനാളുകൾ ആഘോഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിന് മുന്നോടിയായി ഈ തിരുനാൾ വളരെ പ്രാധാന്യമുള്ള ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടനം എന്ന നിലയിൽ കേരളത്തിൽ പുറത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഈ തിരുനാളിന് എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഇടവക നടത്തുന്ന ഒരുക്കങ്ങൾക്കപ്പുറമാണ് ഈ നാടിന്റെ തിരുനാൾ എന്നതിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന തിരുനാൾ ആഘോഷം എന്നതിൽ ഗവൺമെന്റ് ഏജൻസികളും ജനപ്രതിനിധികളും ഇടവകയുടെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ അതിരൂപതയുടെ മേൽനോട്ടത്തിലുമാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ചേർന്ന യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, സബ് കളക്ടർ സമീർ കിഷൻ എന്നിവരും സന്നിഹിതരായി. KSRTC പ്രത്യേക ബസ് സർവീസുകളും ജലഗതാഗത വകുപ്പ് കൂടുതൽ ബോട്ട് സർവീസുകളും നടത്തും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പെരുന്നാൾ ദിവസങ്ങളിൽ പള്ളിയും പരിസരവും പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലാക്കും. ഏപ്രിൽ അവസാനത്തോടെ തീർത്ഥാടകർ ക്യാമ്പ് ചെയ്ത് തുടങ്ങുന്നതിനാൽ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തും. പെരുന്നാൾ ദിവസങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തും. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ക്ലിനിക്ക് ആരംഭിക്കുകയും ആംബുലൻസ് സൗകര്യം ഉറപ്പുവരുത്തുകയും ചെയ്യും. എടത്വ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 24 മണിക്കൂറും പ്രവർത്തിക്കും. പെരുന്നാളുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ, തിരുവല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അഗ്നിരക്ഷാസേന, ഫയർ എഞ്ചിൻ, ഡിങ്കി ബോട്ട്, സ്ക്യൂബ ഡൈവേഴ്സ് തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് വാട്ടർ അതോറിറ്റി കൂടുതൽ പൊതു ടാപ്പുകൾ ഒരുക്കും. എക്സൈസ് പരിശോധന ശക്തമാക്കുകയും ലീഗൽ മെട്രോളജി സ്ക്വാഡ് പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്യും. യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, എടത്വ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ബിജോയ്, അമ്പലപ്പുഴ DYSP KN രാജേഷ്, കുട്ടനാട് തഹസിൽദാർ PD സുധി, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നന്മകൾ ചെയ്യുന്നവർക്ക് എന്നും ആദരവ് നൽകണമെന്നും തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയ കാരുണ്യം പുണ്യമാണെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമരിറ്റൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ 34 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവെ ശാന്തമായ ഒരു പട്ടണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പട്ടണം, സാംസ്കാരികമായിട്ട് വളരെ ഉയർന്ന ഒരു പട്ടണം,
അതോടൊപ്പം നമ്മുടെ പ്രമുഖ സമുദായങ്ങളുടെയൊക്കെ ആസ്ഥാനം എന്നുള്ള നിലയിൽ ഈ എല്ലാ സമുദായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ നൽകുന്ന സംഭാവനകൾ ഒത്തിരി നിറവോടെ സ്വീകരിച്ച ഒരു പട്ടണം. ഈ പട്ടണത്തിന്റെ ഒരു വലിയ നന്മയാണ് ഡോക്ടർ ജോർജും ഡോക്ടർ ലീലാമ്മയും അവരുടെ കുടുംബവും. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 34 ഭവനങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതല്ല, ഈ നാട്ടില് ആവശ്യക്കാരായിട്ടുള്ള ആര് വന്നാലും അവരെ കൈയഴിച്ച് സഹായിക്കാൻ അദ്ദേഹത്തിന് ഇന്നും നല്ല മനസ്സുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. അതിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാരുണ്യ ഭവനങ്ങളുമുണ്ട്. പുതുജീവൻ പോലെയുള്ള ഭവനങ്ങളെ അദ്ദേഹം എത്രമാത്രം പിന്തുണയ്ക്കുന്നുവെന്ന് പ്രിയപ്പെട്ട ജോമോനച്ചനോട് എപ്പോഴും പറയാറുണ്ട്. SB കോളേജിന്റെ വലിയൊരു ഉപകാരിയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ലീലാമ്മ. അസംഷൻ കോളേജിൽ പഠിച്ചതാണ്. സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പാക്കാൻ സമരിറ്റൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് PDAക്കൽ ജോർജും കുടുംബവും മാനവികതയുടെ മഹാമാതൃകയാണ് സൃഷ്ടിച്ചതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ചങ്ങനാശ്ശേരി അരിക്കത്തിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജോബ് മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. ആതുര സേവന രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ ജെഫേഴ്സൺ ജോർജ്, ഡോക്ടർ റോബിൻ ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഹരികുമാർ കോയിക്കൽ, ജുമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TP അബ്ദുൽ ഹമീദ്, SNDP യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടം, ഡോക്ടർ ലീലാമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിജ്ഞാനോത്സവം 2025 സമാപിച്ചു. ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഡെപ്യൂട്ടി കളക്ടർ ജിനു പുന്നോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം കുമാരി ക്രിസ്റ്റി ബിന്നറ്റ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, ആനന്ദാശ്രമം പ്രസിഡന്റ് TD രമേശൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി കൊച്ചമ്മനം 5 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 25ാമത് വാർഷിക ആഘോഷ പരിപാടികൾ ഏപ്രിൽ 4, 5, 6 തീയതികളിലായി നടന്നു. ഞായറാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വളരെ സന്തോഷത്തോടും കുഞ്ഞുങ്ങളെല്ലാം സ്റ്റാറുകളെ പോലെ ചിറകുകൾ വിടർത്തി പറക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഇന്ന് ഈ 3 ദിവസമായിട്ട് കണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരം ഒരുക്കുന്ന പ്രിയപ്പെട്ട 5 സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ഈ ലോകത്തിന് വലിയൊരു സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ കണ്ടെത്തുവാനായി ഒരു വലിയ അവസരം കൊടുത്തിരിക്കുകയാണ്. ആധുനിക കാലത്ത് കുഞ്ഞുങ്ങളെല്ലാം അവരുടെ സ്വന്തം സ്വത്വം മനസ്സിലാക്കാതെ 4 or 5 കുഞ്ഞുങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ അവരുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ മൊബൈലുമായി ഇരുന്നുകൊണ്ട് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ കഴിവുകൾ അവർക്ക് കണ്ടെത്തുവാനായി ഇത്തരത്തിലുള്ള ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുന്നോട്ട് വന്നതുകൊണ്ടാണ് അവർക്ക് ഈ 3 ദിവസമായി ഇവിടെ ചിറക് വിരിച്ച് നടക്കുവാൻ അവരുടെ കലാപരമായ പരിപാടികൾ, കായിക പ്രതിഭകൾ ഇവിടെ പ്രദർശിപ്പിക്കുവാനായി ഇങ്ങനെ അവസരം കിട്ടിയത്. ക്ലബ് പ്രസിഡന്റ് ജയകുമാർ R. 40 ചിറ അധ്യക്ഷനായ സമ്മേളനത്തിൽ നടി വൈഷ്ണവി കല്യാണി വിശിഷ്ടാതിഥിയായിരുന്നു.
തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് വിഷാരത്ത് എന്നിവർ മുഖ്യപ്രഭാഷകരായി. അഭിലാഷ് ശാസ്താംപറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ പി ജേക്കബ്, വിനോദ് പി മത്തായി, ബിനു സുരേഷ്, ക്ലബ് രക്ഷാധികാരി കൊച്ചുമോൻ ആറൽച്ചിറ, ആർ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ, കലാപരിപാടികൾ, വടംവലി, നാടൻപാട്ട്, നൃത്താമൃതം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച സണൽ സണ്ണി, ഡോക്ടർ അജു ഉപേന്ദ്രൻ, മാസ്റ്റർ കൈലാസ് മനു, അനീറ്റ മരിയ സജി, മഞ്ജുഷ പുഷ്കരൻ, മീനു റജി, അമൃത സുധീഷ്, അനാമിക രാജേഷ്, അനജ രാജേഷ്, ആധന്യ രാജേഷ് എന്നിവരെ എടത്വ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ അൻവർ എം ആദരിച്ചു. CPI തലവടി സൗത്ത് ലോക്കൽ സമ്മേളനം 5-6 തീയതികളിലായി നടന്നു. പാർട്ടി കുട്ടനാട് സൗത്ത് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ കമലാദേവി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാധനങ്ങൾ ഈ കൊഞ്ചു പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, തുണിത്തരങ്ങളൊക്കെ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അങ്ങനെ കയറ്റി അയക്കുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെ തീരുവ വളരെ വളരെ 26% വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇന്ത്യക്കാരോട് മാത്രമല്ല. TK ശിവാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി ശരൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV സുനാസ്, EK തങ്കപ്പൻ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സാറാമ്മ തങ്കപ്പൻ, സതീഷ് KM, ബിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജി ശരണിനെ സെക്രട്ടറിയായും TK ശിവാനന്ദനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. ഏപ്രിൽ 7 ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ആസ്ഥാനം. ലോകമെമ്പാടുമായി 6 പ്രാദേശിക ഓഫീസുകളും 150 ഫീൽഡ് ഓഫീസുകളുമുണ്ട്. ലോകത്തിലെ എല്ലാ ആളുകൾക്കും സാധ്യമായ ഏറ്റവും ഉയർന്ന ആരോഗ്യം കൈവരിക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് WHO-യിൽ 194 അംഗരാജ്യങ്ങളുണ്ട്. തുല്യത, സമഗ്രത, ഉൾപ്പെടുത്തൽ എന്നീ തത്വങ്ങളിൽ ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമായി ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വൈവിധ്യമാർന്നതും ബഹുസ്വരവുമായ ഒരു അന്തരീക്ഷം ലോകാരോഗ്യ സംഘടന വാഗ്ദാനം ചെയ്യുന്നു. ഇത് രാജ്യങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, അന്താരാഷ്ട്ര ആരോഗ്യ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു, ആഗോള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കുന്നു, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമോ നയപരമോ ആയ ചർച്ചകൾക്കുള്ള ഒരു ഫോറമായും പ്രവർത്തിക്കുന്നു. 77 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന സ്ഥാപിതമായ ഏപ്രിൽ 7 എല്ലാ വർഷവും ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക ദിനമായ ഏപ്രിൽ 6 BJP കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ജനകീയ പ്രതിരോധ യാത്ര നടത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PR മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MR സജീവ് ഉദ്ഘാടനം ചെയ്തു. ചെത്ത് തൊഴില് പാരമ്പര്യമാക്കിയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന ഒന്നാന്തര കള്ളുണ്ട്. അതിനപ്പുറം ഈ നാട്ടിൽ അംഗീകരിക്കപ്പെടാത്ത കഞ്ചാവും മയക്കുമരുന്നുകളും സുലഭമായി വിതരണം ചെയ്യുന്ന നടപടിക്കെതിരെയാണ് BJP ഇന്ന് കേരളത്തിൽ വ്യാപകമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഇതിനെതിരായി പ്രവർത്തിക്കുന്ന എക്സൈസുകാർക്കും പോലീസുകാർക്കും BJPയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. മയക്കുമരുന്ന് നമ്മുടെ നാടിനാപത്താണ്. മയക്കുമരുന്ന് നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കും. മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിനാകെ അസ്വസ്ഥത ഉണ്ടാക്കും. മയക്കുമരുന്ന് അമ്മയെ കൊല്ലാനുള്ള കേന്ദ്രമാക്കി മാറ്റും. മയക്കുമരുന്ന് സഹോദരങ്ങളുടെ തിരിച്ചറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിലേക്ക് മാറ്റും. അതുകൊണ്ട് മയക്കുമരുന്നിനെതിരായി, ലഹരിക്കെതിരായി ഈ പഞ്ചായത്ത് കമ്മിറ്റി ആരംഭിച്ചിട്ടുള്ള ഈ പരിപാടി, ഇതിന് അവസാനം കണ്ടെത്തുന്നവർ വരെയുള്ള പോരാട്ടത്തിൽ BJP ഉണ്ടാവണം. നമ്മുടെ കൈനകരിയെ ഇതിനകത്ത് നിന്ന് മുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. കൈനകരിയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ക്യാമ്പയിനിൽ
BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് CL ലജിമോൻ, സുനീഷ് പ്രക്കോലിത്ര, നാരായണദാസ്, മാത്യൂസ് തെക്കേപ്പറമ്പൻ, ബാബു കുട്ടങ്കരി, അനിയൻ തുടങ്ങിയവർ സംസാരിച്ചു. റെയിൽവേയിൽ TTI ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ആളിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കണിയാപുരം മാലിയ വീട്ടിൽ AP ഇബ്രാഹിം കുട്ടിയാണ് അറസ്റ്റിലായത്. 2021 മകന് ജോലി നൽകാമെന്ന് പറഞ്ഞ് മാന്നാർ സ്വദേശിയായ മോഹനകുമാറിൽ നിന്നും 18 ലക്ഷം രൂപ പ്രതി തട്ടിയെടുത്തത്. റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന റെയിൽവേയുടെ മുദ്ര പതിപ്പിച്ച ബോർഡ് വെച്ച വാഹനത്തിലായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്നത്. തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് 5 ലക്ഷം രൂപയും പിന്നീട് 90 ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി തുകയും ഇയാൾ കൈക്കലാക്കുകയായിരുന്നു. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ മോഹൻകുമാർ പോലീസിൽ പരാതിപ്പെട്ടു. റെയിൽവേയിലെ TTI ആയിട്ട് ജോലി മേടിച്ചാലും 18 ലക്ഷം രൂപ കൊടുത്താൽ 90 ദിവസം ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം അവൻ സംസാരിച്ച് അവനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് തിരുവല്ല ഹോട്ടൽ എലൈറ്റി വെച്ച് എൻ്റെ 5 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞ് ഇവൻ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജോലി കിട്ടണമെന്നുണ്ട്, ബാക്കി പൈസ അവിടെ കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളെന്നും പറഞ്ഞ് വീട്ടിൽ ഒരു നൊയമ്പ് മാസ കാലയളവിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇവനും ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ നൊയമ്പ് മുറിച്ചാണ് എൻ്റെ 7 ലക്ഷം രൂപയുടെ മേടിച്ച്. 7 ലക്ഷം രൂപയുടെ മേടിച്ചതിന് ശേഷം ഇയാൾ ഫോൺ ചെയ്ത ഫോൺ എടുക്കുകയോ മറ്റുള്ള രീതിയിൽ പിന്നെ ഒരു ബന്ധപ്പെടുകയോ. കേസ് എടുത്തതറിഞ്ഞ പ്രതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും ലഭിച്ചിരുന്നില്ല. പിന്നീട് അറസ്റ്റിന് സ്റ്റേ വാങ്ങി കഴിയുകയായിരുന്ന ഇയാളെ സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞതോടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മാന്നാർ SHO രജീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI CS അഭിരാം, ASI റിയാസ്, SI ജോബിൻ, CPOമാരായ അജിത്, ഹരിപ്രസാദ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ചങ്ങനാശ്ശേരി വടക്കേക്കര സെന്റ് മേരീസ് ഇടവക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ എക്സിബിഷൻ സംഘടിപ്പിച്ചു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ചേർന്നൊരുക്കിയ എക്സിബിഷൻ ഇടവക വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. റഹോബത്ത് എന്നാണ് ഇതിന് പേര് നൽകിയത്. അതിൻ്റെ അർത്ഥം ഹീബ്രുവിലുള്ള ആ വാക്കിൻ്റെ അർത്ഥം കർത്താവ് നൽകിയ ഇടമെന്നാണ്. കർത്താവ് നൽകിയ ഇടമായിട്ടാണ് കുട്ടികൾ ഇതിലെ ഓരോ സ്ഥലങ്ങളും ഒരുക്കിയത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന പർദീസ മുതൽ നോഹയും ദൈവമായിട്ടുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നോഹയുടെ പെട്ടകം, അതിനുശേഷം മോശയും ദൈവമായിട്ടുള്ള ബന്ധം അതിൻ്റെ 3 തലങ്ങളിലെ വ്യാഖ്യാനിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പ്രദർശനം, 3 വീതമുള്ള മോശയുടെ ഈജിപ്തിലെ ജീവിതവും ഓരോ മലയിലെ വാസവും സീനായ് മലയിലെ വാസവും ഒക്കെ പ്രത്യേകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അബ്രാഹവും ദൈവമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അബ്രാഹത്തിൻ്റെ കൂടാരവും ദൈവജന ധ്യാനവും, പിന്നീട് വരുന്നത് 2 ജെറുസലേം ദേവാലയത്തിലെ 2 ദേവാലയ ഘട്ടങ്ങളാണ്. 1-ാം ദേവാലയ ഘട്ടവും 2-ാം ദേവാലയ ഘട്ടവും. അതിനുശേഷം വരുന്നത് പഴയ നിയമത്തിലെ യഹൂദ ബൈബിള് എന്ന് പറയുന്ന പുസ്തകങ്ങൾ 36-39 എണ്ണം. അതിനുശേഷം നമ്മൾ കടന്നു വരിക ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം, തോറ, അതുപോലെ നെബൂബീൻ, കെത്തൂബീൻ വിശ്വബന്ധത്തിലും പാരമ്പര്യത്തിലുമാണ്. അത് വചനധ്യാനത്തിലൂടെ ആരാധനയിലൂടെ വെളിപ്പെടുന്നു എന്നുള്ള വലിയ സത്യമാണ് ഈ പ്രദർശനം കൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളും സഭയുടെ ഉത്ഭവവും വളർച്ചയും ആധുനിക കാലഘട്ടത്തിലെ സഭാപ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്ന റഹോബത്ത് എക്സിബിഷൻ വടക്കേക്കര സെന്റ് മേരീസ് പള്ളിയിൽ വിശ്വാസോത്സവത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പറുദീസ, നോഹയുടെ പെട്ടകം, മോശയ്ക്ക് ഹോറേബ് മലയിൽ ലഭിച്ച ദർശനം, സോളമൻ രാജാവിന്റെ കാലത്തും പിന്നീടും നിർമ്മിച്ച ജെറുസലേം ദേവാലയങ്ങൾ എന്നിവ കമനീയമായി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമഗ്രന്ഥങ്ങളും പുതിയ നിയമഗ്രന്ഥങ്ങളും അവയുടെ ഉള്ളടക്കങ്ങളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അബ്രഹാമിന്റെ ബലിയർപ്പണം, പന്തക്കുസ്ത തിരുനാൾ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ തുടങ്ങിയവയുടെ നിശ്ചല ദൃശ്യങ്ങളും സീറോ മലബാർ സഭ ആരാധനാക്രമത്തിലെ ദേവാലയ സജ്ജീകരണവും കത്തോലിക്ക സഭയെ സംബന്ധിക്കുന്ന വിവരങ്ങളുമെല്ലാം ഉൾച്ചേർത്തതാണ് എക്സിബിഷൻ. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ വർഗീസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്രദർ ജോബി വാണിയപുരയ്ക്കൽ, ഷാജിമോൻ ഇല്ലിമൂട്ടിൽ, ജെൻസി ട്രീസ ജോർജ് എന്നിവർ സംസാരിച്ചു. വിശ്വാസോത്സവം ഏപ്രിൽ 9 സൺഡേ സ്കൂൾ വാർഷികത്തോടെ സമാപിക്കും. പുളിങ്കുന്ന് തളിത്തറ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രം 5-ാം ദിവസമായ ഏപ്രിൽ 7 തിങ്കളാഴ്ച രുക്മിണി സ്വയംവരം നടന്നു.
തിങ്കളാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് ഭാഗവത പാരായണം തുടർന്നത്. 11 മണിക്ക് ആരംഭിച്ച രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് 11:30 സ്വയംവരം. ഉച്ചയ്ക്ക് സ്വയംവര സദ്യ, വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജ എന്നിവയോടെയാണ് തിങ്കളാഴ്ചത്തെ ചടങ്ങുകൾ സമാപിച്ചത്. ബുധനാഴ്ച അപവൃത സ്നാനത്തോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും. 9, 10, 11 തീയതികളിലായാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 8,285 രൂപ, പവന് 66,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.